ട്രംപിനെ എങ്ങനെ വിശ്വസിക്കണമെന്നാണ് ലോകം ആശ്ചര്യത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം വാർത്താ മാധ്യമങ്ങളിലെ ആളുകളും. കാരണം ട്രംപ് ഇന്ന് പറയുന്നത് നാളെ പറയുന്നില്ല, നാളെ പറയുന്നത് മറ്റന്നാൾ തിരുത്തി പറയുന്നു, ചില സമയത്ത് ഒരു മണിക്കൂർ ഇടവിട്ട് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പുതിയ ഒരു തന്ത്രമാണ് ആണവ ആയുധങ്ങളും മറ്റൊന്നും ഇറാൻ്റെ കയ്യിലില്ല, നമ്മൾ 2025 ജൂൺ മാസത്തിൽ തന്നെ തരിപ്പണമാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു സൈനിക അഭ്യാസമോ സൈനിക നടപടിയോ ഇനിയിപ്പോൾ ഇറാൻ്റെ മേലിലേക്ക് വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് എന്നും പറഞ്ഞിട്ട് ഒരു വലിയ പ്രസ്താവന ട്രംപ് ഇറക്കിയിട്ടുണ്ട്. എത്രത്തോളം ഇവരെ നമ്പാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ടത്. ആ വാർത്ത അയാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ സങ്കടത്തോടുകൂടിയും കൂടുതൽ ആശങ്കയോടുകൂടിയും ഇയാൾ എങ്ങനെ ആയിപ്പോയത് എന്നുള്ള വല്ലാത്തൊരു മാനസിക പ്രയാസത്തോടുകൂടിയൊക്കെ നമ്മൾക്കത് കേൾക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഇനി ഞാനൊരിക്കലും ഇറാനുമായിട്ട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത്ര കണ്ടിട്ട് അവർക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവരുടെ എല്ലാ സംഭവങ്ങളും ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതും മാത്രമല്ല, ഞാൻ തന്നെയാണ് അത് ഡിക്ലെയർ ചെയ്തതും. എന്നാണ് അവസാനിപ്പിച്ചു എന്ന സംഭവം ഞാൻ തന്നെയാണ്. ഈ ഞാനെന്ന് പറയുന്നത് വല്ലാതെ കൂടിക്കൂടി വരുന്ന ഒരാളായിട്ട് ട്രംപിനെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് മുമ്പ് ഒന്നും ഉണർത്താനുള്ളത്, ചാനൽ താല്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ 30 സെക്കൻഡിൽ ഇപ്പോൾ തന്നെ 30 സെക്കൻഡ് കഴിഞ്ഞു തോന്നുന്നു, ലൈക്ക് ചെയ്യുക, കൂടുതൽ ഗുണകരാവും. അല്ല ചാനൽ പൂട്ടിപ്പോകുന്നൊക്കെയാണ് പറയപ്പെടുന്നത്, ആർക്കറിയാം. ഏതായിരുന്നാലും ഉള്ളത് വരെ നമുക്ക് പറയാം. ഇപ്പോൾ പറയുന്ന വാക്കെന്താണെന്ന് വെച്ചാൽ, ട്രംപ് കാര്യമായി പറയുന്നത് ഇറാന് മേൽ ഞങ്ങളൊരു സൈനിക അഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നില്ല, സൈനിക നടപടി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇറാൻ ഇനിയും യുറേനിയം സമ്പുഷ്ടീകരണമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വിചിന്തനം നടത്തേണ്ടതുണ്ട്. ആരാ ഈ പറയുന്നതെന്ന് വെച്ചാൽ, ഏതാനും മണിക്കൂറുകൾക്കപ്പുറം ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അത്യാധുനിക സംവിധാനങ്ങളിലെ വാർഷിപ്പ് അറബിക്കടലിലേക്ക് എത്തും. ആ ലെവലിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഓഫാക്കാതെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ സിഗ്നലുകളൊക്കെ കട്ടായി എന്ന് കേൾക്കുന്നു, വ്യക്തത വന്നിട്ടില്ല. വന്നാൽ നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരുക്കപ്പാടുകൾ, അതും 6 ദിവസം സഞ്ചരിച്ചിട്ടാണ് ഈ അറബിക്കടലിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്തുമെന്നൊക്കെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. പിന്നെ അതിൻ്റെ അഡ്രസ്സില്ല, എന്താണെങ്കിലും സിഗ്നൽ ഓഫ് ചെയ്യും എന്നുള്ളത് അറിയാമല്ലോ യുദ്ധതന്ത്രമായിട്ട് വരുമ്പോൾ. അപ്പോൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ മനുഷ്യൻ വന്നിട്ട് പറയുന്നത് ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് ഞങ്ങളിപ്പം നിൽക്കുന്നില്ല. ഇതിനെക്കുറിച്ച് വലിയ വിദഗ്ധരായിട്ടുള്ള അനലിസ്റ്റ് പറയുന്നത് 2025 ജൂൺ മാസം അതിൻ്റെ ഫസ്റ്റ് ടൈമൊക്കെ പറഞ്ഞിരുന്നു, ഈ ട്രംപും നെതന്യാഹും വലിയ പ്രശ്നത്തിലാണ്, ഒരു ചേരിചേരാ പ്രശ്നം അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അമേരിക്ക ഒരു പക്ഷേ കൈവിട്ടേക്കാം. ആ വലിയ രൂപത്തിലൊക്കെ ചർച്ച വന്നിരുന്നു. ആ ചർച്ചയെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ട്രംപ് പറയുന്ന കാര്യത്തെ അത്ര കണ്ട് വിലക്കെടുക്കുന്നില്ല. അവരൊക്കെ പറയുന്നത് ഇത് ഇറാൻ അടിക്കാനുള്ള ഏകദേശ സമയമായി എന്നതിൻ്റെ സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നേരത്തെയും ഇറാൻ അടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പും ഈ ഇറാനും ഇസ്രായേലും വലിയ രൂപത്തിൽ വലിയ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളാണ്. പക്ഷേ ഇന്നൊന്ന് കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട്. ഇറാനെ തന്നെയാണ് താലോലിക്കുന്നത്. ഇറാനുമായിട്ട് ഞങ്ങളങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു സൈനികാഭ്യാസം നടത്താനോ സൈനിക നടപടിക്ക് മുതിരാനോ ആഗ്രഹിക്കുന്നില്ല. കാരണവും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണത്തിൽ തന്നെ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ എല്ലാ സംവിധാനങ്ങളും അടിച്ച് പൊടിയാക്കി കളഞ്ഞു. എല്ലാം പൊട്ടിക്കലാണല്ലോ. അയാളെ ഒരു ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കും, മനസ്സിലാക്കാൻ പറ്റും. പൊട്ടിക്കുക എന്നാണ്. ഹമാസിനെ ഞങ്ങൾ പൊട്ടിച്ച് കളയുന്നൊക്കെയാണ് പറയുന്നത്. അതേ രൂപത്തിൽ അവിടെ ഞങ്ങളങ്ങ് പൊട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവിടെ പൊട്ടിയിട്ടില്ല എന്നുള്ളത് ഈ ഇറാൻ്റെ ഭരണാധികാരികളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും തരിപ്പണമൊന്നായിട്ടില്ല, ചെറിയ കേടുപാടുകളെ സംഭവിച്ചിട്ടുള്ളൂ. അത് ഉടനെ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇറാനെ സഹായിക്കാൻ ഇറച്ചിയുള്ളത് കൊണ്ട് തന്നെ പെടുന്നതിന് സാധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമാക്കാതെ ട്രംപ് ഇപ്പോഴും പറയുന്നു അതൊക്കെ ഞങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ചതി മണക്കുന്നത്. കാരണം പലപ്പോഴും ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ചെയ്യാവുന്ന ഒരു വല്ലാത്തൊരു കൗശലം ഇവർക്കുണ്ട്. അതേ സംഭവം ഇനി ഏതാനും മിനിറ്റുകൾ ഏതാനും മണിക്കൂറുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെയൊക്കെ ഫലം വലിയൊരു യുദ്ധത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രംപാണ് ആൾ. ട്രംപ് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആണ്. ആ പേഴ്സൺ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ്, ക്യാരക്ടറാണെന്നൊക്കെ പറയും. ഇത് വല്ലാത്തൊരു ക്യാരക്ടറാണ്. കാരണം 100-ലൊന്നും ഒരാളിങ്ങനെ കാണാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ട്രംപിൻ്റെ ഈ വലിയ വർത്തമാനത്തിൽ മനസ്സിലാക്കുന്നത് ഈ ഒരു ശ്രദ്ധ തിരിക്കൽ മാത്രമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അല്ലാതെ ഈ അമേരിക്ക എന്ന് പറയുന്ന ഈ ഒരു വല്ലാത്തൊരു ഒരു രാഷ്ട്രം അതൊരിക്കലും ഇറാനെ വെച്ച് പൊറിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് പലതവണ പ്രഖ്യാപിച്ചതാണ്. മാത്രമല്ല ഒരുപാട് കാലമായിട്ട് ഉപരോധം നടത്തുകയും ചെയ്യുന്നതാണ്. ഈ പ്രഖ്യാപനത്തെ നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി, യുദ്ധം അടുത്തിരിക്കുന്നു എന്ന് മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേരത്തെ നമ്മളെ പറഞ്ഞു പറ്റിച്ച ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ കണ്ടാൽ നമ്മൾ പൊട്ടനാകൂല അല്ലെങ്കിൽ വിഡ്ഢികളാകൂല എന്നതൊക്കെയാണ് പല മാധ്യമങ്ങളും പല പോർട്ടലുകളും എഴുതുന്നത്. അത് തന്നെയാണ് നമുക്കും തോന്നുന്നത്. കാരണം 2025 ഇതേ ന്യൂസ് നമ്മൾ പുറത്ത് ലൈവായിട്ട് നമ്മൾ കൊടുത്തിരുന്നു. ആ സമയത്താണ് ഈ ഇറാൻ്റെ വലിയൊരു അറ്റാക്ക് ഖത്തറിലേക്ക് വരുന്നത്. അത് നമ്മൾ വീഡിയോയിൽ ലൈവ് ചെയ്യുമ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ ഖത്തറും കൂടി അപകടത്തിലായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ കണ്ടതും നമ്മൾ അതേ രൂപത്തിൽ മനസ്സിലാക്കിയതായിരുന്നു. പക്ഷേ അതിലൊക്കെ കളവാണെന്നുള്ളത് പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതേപോലെ തന്നെ വേറൊരു സംഭവത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇറാനെ യുദ്ധത്തിലേക്ക് ഞങ്ങൾ തള്ളിവിടുന്നില്ല, ഞങ്ങളെല്ലാ അർത്ഥത്തിലും സമാധാനപ്രിയരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പ്രതീക്ഷിക്കാം സമാധാനപ്രിയരല്ല, തിരിച്ച് വലിയൊരു അറ്റാക്കിന് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, അതുടനെ ഉണ്ടാകും എന്നത് തന്നെയാണ്. എങ്ങനെയാണെങ്കിലും ലോകക്രമം മാറാൻ ഏറെ ദിവസങ്ങൾ എടുക്കില്ല എന്നുള്ളത് വ്യക്തമായി. മാത്രമല്ല ഇതിൻ്റെ വാർഷിപ്പുകളൊക്കെ വലിയ രൂപത്തിൽ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കഴിഞ്ഞു എന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പുട്ടിന് തേങ്ങടുന്ന മാതിരി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെ നമ്മൾ വിശ്വസിക്കണമെന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥയിലുള്ളത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മളുള്ളത്. പക്ഷേ ട്രംപിനെ പ്രത്യേകിച്ചും വിശ്വാസം നഷ്ടപ്പെട്ട ലോകത്തായതുകൊണ്ട് ട്രംപ് ഇത്തരം എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെക്കുന്നുണ്ട് എന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം എന്താണ് ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രംപിനറിയാം ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയ കാര്യം നടക്കില്ല. നമ്മുടെ ആസ്തി വികസിപ്പിക്കണം, അതോടൊപ്പം രാജ്യത്തെ തകർക്കണം, നമ്മുടെ ഡോളറിൽ തന്നെ കാര്യങ്ങളെല്ലാം നാട്ടിൽ നടത്തണം, അതിനാവശ്യമായ തീരുമാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സമ്മതം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും നമ്മൾക്ക് വലിയ കാര്യമാക്കേണ്ടതില്ല. പക്ഷേ ഇപ്പം നിലവിൽ കാര്യമാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ട്രംപ് എങ്ങാനും ഒരു ചാൺ ഇങ്ങോട്ടെടുത്താൽ 10 ചാൺ ഞങ്ങൾ അങ്ങോട്ടടിക്കാൻ റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇത്രയും മൂർച്ഛിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ 2025 ശേഷം ഉണ്ടായിട്ടില്ല എന്ന വസ്തുതയാണ്. കാരണം നമുക്കവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞു അമേരിക്കയും ഇസ്രായേലും. അതുപോലെ തന്നെ ഇറാനും അതിൻ്റേതായ സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റേതായ സ്ഥലങ്ങൾ നാട്ടിക്കഴിഞ്ഞു, അഥവാ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു തീപ്പൊരിക്കേ കാത്തിരിക്കുന്നുള്ളൂ. ആ തീപ്പൊരി ആരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് ആശങ്കപ്പെടുന്നുള്ളൂ, അല്ല സംശയിക്കുന്നുള്ളൂ. എന്താണെങ്കിലും ട്രംപിൻ്റെ ഇത്തരം മുടന്തൻ ന്യായങ്ങൾ, ഇനിയിപ്പോൾ ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഇറാൻ ആക്രമിക്കാനായിട്ട് പല ഭാഗത്തു നിന്നും വാർഷിപ്പുകളൊക്കെ കൊണ്ടുപോയി നങ്കൂരമിട്ടത്? അതൊക്കെ ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ചോദ്യത്തിനൊന്നും പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെങ്കിലും വാർഷിപ്പ് അല്ലെങ്കിൽ ഒരു നാൾ ഇരുട്ടി തെളിയുന്നതിന് മുമ്പായിട്ട് കൃത്യമായ ഒരു അറ്റാക്ക് നമുക്ക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കും. അഥവാ 72 മണിക്കൂറായിരുന്നു, അല്ല 48 മണിക്കൂറായിരുന്നു പറഞ്ഞത്, അത് ഇന്ന് രാത്രിയോടെ തീരും. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ പ്രഖ്യാപനം അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി 48 മണിക്കൂർ കൊണ്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പിടുത്തം തരാത്ത സ്റ്റേറ്റ്മെൻറ്റുകളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിവരണങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം എന്താണെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. യുദ്ധം അനിവാര്യമാണെന്നുള്ളത് ലോകത്തുള്ള എല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ട്രംപാണ് ഒരു നടക്ക് പോകാത്ത മനുഷ്യനാണെന്നുള്ള അറിയാം. അതുകൊണ്ട് ആർക്കും പിടിച്ച് കെട്ടിയിടാൻ പറ്റാത്തൊരു മനുഷ്യനും കൂടിയാണ്. കാത്തിരിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നുള്ളത്.